ജില്ലയുടെ തീരമേഖലകളിലടിഞ്ഞ കണ്ടെയ്നറുകൾ നീക്കുവാൻ നടപടി തുടങ്ങി. കൊല്ലം പോർട്ടിലെത്തിക്കുവാൻ സാധിക്കുന്നവ പോർട്ടിലും ബാക്കിയുള്ളവ അതത് സ്ഥലത്ത് വെട്ടിപ്പൊളിച്ച് റോഡ് മാർഗവും കസ്റ്റംസിനെ ഏൽപ്പിക്കാമെന്ന് സാൽവേജ് ഓപ്പറേഷന് നേതൃത്വം നൽകുന്ന ടി&ടി സാൽവേജ് കമ്പനി അധികൃതർ പറഞ്ഞു. കണ്ടെയ്നറുകൾ പൂർണ്ണമായി നീക്കുവാൻ 2 ദിവസമെങ്കിലും എടുക്കും. കണ്ടെയ്നറുകൾ പൊളിക്കാനുള്ള അനുമതി കസ്റ്റംസ് നൽകിയിട്ടില്ലെന്ന് അധികൃതർ പറഞ്ഞു. ആലപ്പുഴ തറയിൽ കടവിൽ കഴിഞ്ഞ ദിവസം അടിഞ്ഞു തകർന്ന കണ്ടെയ്നർ ഇന്ന് കൊല്ലം പോർട്ടിലെ കസ്റ്റംസ് യാർഡിലേക്ക് മാറ്റും. കണ്ടെയ്നർ ഉയർത്തി മാറ്റാനുള്ള ശ്രമം തിങ്കളാഴ്ച തുടങ്ങിയെങ്കിലും കടൽക്ഷോഭവും കാറ്റും മഴയും കാരണം വൈകുകയാണ്. കണ്ടെയ്നറുകൾ തീരത്തടിഞ്ഞത് മത്സ്യത്തൊഴിലാളികൾക്ക് വലിയ ആശങ്കയാണ് ഉണ്ടാക്കുന്നത്. 3 മാസമെങ്കിലും മത്സ്യബന്ധനം സാധ്യമല്ല എന്നാണ് കരുതുന്നത്. മീൻ പിടിക്കാൻ സാധിച്ചില്ലെങ്കിൽ പട്ടിണിയിലാകും. രാസവസ്തുക്കളൊക്കെ കണ്ടെയ്നറുകളിൽ ഉണ്ടെന്നൊക്കെ വാർത്തകളിൽ കണ്ടു. എല്ലാവർക്കും പേടിയുണ്ട്. കുട്ടികളൊക്കെ ഓടിക്കളിക്കുന്ന തീരമാണ്. അവർക്ക് പേടിയുണ്ടെന്നും തുമ്പയിലെ മത്സ്യത്തൊഴിലാളി പങ്കുവച്ചു. അതേസമയം അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് സർക്കാർ പുറപ്പെടുവിച്ചിരിക്കുന്നത്. മുങ്ങിപ്പോയ കപ്പലിൽ 25 എണ്ണത്തിൽ കാൽസ്യം കാർബൈഡ് ഉൾപ്പെടെയുള്ള ഹാനികരമായ രാസവസ്തുക്കളാണ് ഉള്ളത്. 73 കാലി കണ്ടെയ്നർ ഉൾപ്പെടെ കപ്പലിൽ 623 കണ്ടെയ്നറുകളാണ് ഉണ്ടായിരുന്നത്. ഇതിൽ 13 എണ്ണത്തിൽ ഹാനികരമായ രാസവസ്തുക്കളും 12 എണ്ണത്തിൽ കാൽസ്യം കാർബൈഡുമായിരുന്നു. ടാങ്കുകളിൽ ഊർജ്ജോൽപാദനത്തിന് ഉപയോഗിക്കുന്ന 84.44 മെട്രിക് ടൺ ഡീസലും 367.1 മെട്രിക് ടൺ ഫർണസ് ഓയിലും ഉണ്ടായിരുന്നു. നിലവിൽ കണ്ടെയ്നറുകൾ പൊട്ടി എണ്ണ കടലിൽ പടർന്ന സാഹചര്യമാണുള്ളത്. ഇത് സൃഷ്ടിക്കുക ഗുരുതര പ്രത്യാഘാതങ്ങളാണ്. കടലിലേക്ക് എണ്ണ പടർന്നു കഴിഞ്ഞാൽ ആദ്യം സംഭവിക്കുക കടലിന്റെ മേൽത്തട്ടയിൽ എണ്ണയുടെ പാളി രൂപപ്പെടുകയാണ്. ഈ എണ്ണപ്പാളി സൂര്യപ്രകാശം കടലിലേക്ക് ആഴ്ന്നിറങ്ങുന്നത് തടയുന്നതിന് കാരണമാകും. സൂര്യപ്രകാശം കിട്ടാതെ വരുമ്പോൾ ജലത്തിൽ ജീവിക്കുന്ന ജീവജാലങ്ങളുടെ വളർച്ച തടസ്സപ്പെടും. ഇത് മത്സ്യങ്ങൾ ഉൾപ്പെടെ ഒട്ടേറെ ജീവജാലങ്ങളുടെ മരണത്തിന് കാരണമാവുകയും ചെയ്യും. കടൽ ജീവജാലങ്ങളെ മാത്രമല്ല ഇത് ബാധിക്കുക, തീരദേശ ജനങ്ങളെയും ഇത് ബാധിക്കും. എണ്ണ മണലിലും പാറകളിലും പടർന്നു പിടിച്ചു കഴിഞ്ഞാൽ അവിടേക്ക് പോകുക ദുഷ്കരമാകും. തീരദേശവാസികളുടെ ജീവിതം താറുമാറാകും. മത്സ്യബന്ധനം അസാധ്യമാവുകയും ചെയ്യുന്നു. കൂടാതെ കപ്പലുകളിൽ നിന്ന് ചോർന്ന എണ്ണ വാതകമായും ദ്രാവകമായും മാറും. തീരത്തെ മനുഷ്യർക്ക് ശ്വാസതടസ്സം പോലെയുള്ള ആരോഗ്യ പ്രശ്നങ്ങളും അണുബാധ അസുഖങ്ങളും ഉണ്ടാകാനും സാധ്യതയുണ്ട്. ആരും കണ്ടെയ്നറുകൾക്ക് സമീപം പോവുകയോ ഒഴുകി നടക്കുന്ന വസ്തുക്കൾ തൊടുകയോ ചെയ്യരുതെന്നും സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം കപ്പൽ മുങ്ങിയ പ്രദേശത്തിന് 20 നോട്ടിക്കൽ മൈൽ പരിധിയിൽ മീൻ പിടിക്കാൻ പോകരുതെന്നും സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം എണ്ണ നശിപ്പിക്കാനുള്ള പൊടി വിമാനത്തിലൂടെ അപകട മേഖലയിൽ തളിക്കുന്നുണ്ട്.